ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗാർഡനാണ് കേട്ടോ. നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിറ്റി ഗാർഡനിൽ നട്ടേക്കണത് കുറച്ച് പച്ചക്കറിയൊക്കെ. ഇത് പൊട്ടറ്റോ ആണ്. ഇത് ചെറിയ ഒരു വലിയൊരു പൊട്ടറ്റോയുടെ ഒരു ചെറിയൊരു പീസ് നട്ടതാണ്, വലുതായിട്ടുണ്ടത്. ഇത് ചീര, ഇത് നമ്മുടെ നാട്ടിലെ ചീര കേട്ടോ. അത് നമ്മൾ എടുത്തതാണ്, 2 പ്രാവശ്യം എടുത്തതാണ്. തക്കാളി തൈ, ഇത് വെണ്ടയ്ക്ക ഉണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട ചൈനീസാണിത്. ഇത് ചൈനീസ് പാവയ്ക്കാണ്. നമ്മുടെ നാട്ടിലെ പാവക്കയുടെ തൈയും കുരുവെന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൈനീസ് പാവക്ക ഇതാക്കി പടത്തി കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പിഞ്ചിടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, വേണ്ട പിഞ്ചിടുന്ന വരുന്നുണ്ട്. ഇത് പച്ചമുളക് കാണാൻ, നാട്ടിലെ പച്ചമുളക്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ പച്ചമുളക് കിട്ടാൻ ഭയങ്കര പാടാണ്, കുറച്ച് ദൂരം പോകണം. അപ്പോൾ പച്ചമുളക് നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് വഴുതനങ്ങ, നാട്ടിലെ ചെറിയ വഴുതനങ്ങ കേട്ടോ. ഇത് ക്യാബേജ് ഇതിൻ്റെ ഇടയ്ക്ക് നട്ടിട്ടുണ്ട്. ഇത് ബെൽ പെപ്പറാണിത്, 2 ബെൽ പെപ്പർ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കോളിഫ്ലവർ ഉണ്ട്, ഇതും കോളിഫ്ലവറാണ്. ഇതും പച്ചമുളകാണ്. ഇത് 2 പച്ചമുളക്. ഇതിൽ ഈ വഴുതനങ്ങ പൂവിട്ട് വരുന്നുള്ളൂ, എന്താ പൂവുണ്ട്. ഇത് വലിയ വഴുതനങ്ങ, നീല വഴുതനങ്ങ. മറ്റൊക്കെ ചെറിയ നീല വഴുതനങ്ങ, ഇത് വലിയ നീല വഴുതനങ്ങ. ബ്രോക്കോളി നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് ബീൻസാണ്. ബീൻസിൻ്റെ ഇടയ്ക്ക് ഞാൻ പയർ നട്ടു, പക്ഷെ അത് അത്ര സക്സസ് ആയിട്ടില്ല, മഞ്ഞച്ച് തന്നെയാണ്. ബീൻസ് ഇങ്ങനെ പടത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബീൻസ്, കാണാൻ പറ്റുന്നുണ്ടോ? അവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്ത് പറഞ്ഞാൽ ഞാൻ വിത്തിനിട്ടിട്ടുണ്ട്, വലുതായി വരുന്നു. അതിൻ്റെ നടുക്കുന്നുണ്ട് മിൻ്റ് ഉണ്ട്. മിൻ്റ് കുറച്ച് ചെറിയൊരു ഇത് നട്ടതാണ്, അത് നിറച്ച് ഇങ്ങനെ മിൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറേയൊക്കെ പറിച്ച് കളഞ്ഞു, എന്നുവെച്ചാൽ ബാക്കിയെല്ലാത്തിനും സ്പോയിലായാലോ, അതുകൊണ്ട്. ഇതും ബ്രോക്കോളി സൈഡിലിങ്ങനെ നട്ടതാണ്. കുറച്ച് തക്കാളി ഉണ്ട് ഇവിടെ, ചെറു തക്കാളി ആട്ടെ. ഇത് ഇവാനി എല്ലാ ദിവസവും പറിച്ച് തിന്നണതുകൊണ്ട് അധികം ചുമതതില്ല. എല്ലാ ദിവസവും ഇവാനി വന്നിട്ട് പറിച്ച് തിന്നും. ഇവാനി അവിടെ നിന്ന് ഊഞ്ഞാലാടണ. ഇതേണ്ട പൊട്ടറ്റോ ആണ്. അത് കുറേ ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞായിരുന്നു, കാട് പോലെ ആയിട്ട്. ഇത് ഇവാനി നട്ട സൺഫ്ലവറാണ്. അതിങ്ങനെ ഫ്ലവർ ആകാൻ തുടങ്ങുന്നുണ്ട്, മുട്ടിട്ട് നിൽക്കുക. ഇവിടെ കണ്ട കുക്കുംബർ, അതിങ്ങനെ പടത്തി കൊടുത്തിട്ട് നമ്മൾ നല്ല 2 കുക്കുംബർ എടുത്തായിരുന്നു. പിന്നെ ഉണ്ടാകുന്നുണ്ട്, അടിയിലുണ്ട് കണ്ട കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പുറത്തും വേണ്ട ഉണ്ടായിട്ടുണ്ട്, കുക്കുംബർ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പടത്തി കൊടുത്തിട്ട് ഇങ്ങനെ കുക്കുംബർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മളത് പടത്തി കൊടുത്തിട്ടുണ്ട്. ഇത് പടവലങ്ങയാണ്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പടരാൻ തുടങ്ങുന്നുള്ളു. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രോക്കോളി ഉണ്ടായിരുന്നു, അത് സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിലായിപ്പോയി. സ്പിനാച്ച് ചീര നമ്മൾ എടുത്താട്ടത്, പിന്നെ ഇവിടുത്തെ സൈസ് ചീരയാണത്. ഇത് കോളിഫ്ലവർ തന്നെയാണ്, ഇത് 2 കോളിഫ്ലവർ. ഇതിൻ്റെ നടക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചേമ്പിൻ്റെ വിത്ത് കുഴിച്ചിട്ടായിരുന്നു, പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി കുഴിച്ചിട്ടാണ്. അതിങ്ങനെ വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയും വരുന്നുണ്ട്. ഇത് സ്കോഷ് മെലനാണ്, അത് പൂവിടുന്നുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് പടർന്ന് കയറുന്നതാണിത്. നമ്മൾ കുറച്ച് സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണേ. ഒരു പോട്ടാണ് ഒരാൾക്ക് കിട്ടുന്നത്, പ്ലോട്ട്. ഇതുണ്ട്, ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഇതാണ് തക്കാളിയാണ്. ഇത് വലിയ തക്കാളിയാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് ഞാൻ ചെറിയ തക്കാളിയാണ്. ഇത് കണ്ടോ, ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, ഇതൊക്കെ ഫുള്ള് തക്കാളിയാണേ. വരാം കണ്ടോ, ഫുള്ള് ഉണ്ടാവുന്നുണ്ട്. ഇതുണ്ട, ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതും ചെറിയ തക്കാളി തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട് ഞാൻ ചെറിയ ടൊമാറ്റോ പാകിയതിൻ്റെ വിത്തുകൾ നിറച്ച് മുളച്ചതാണ്. അതിപ്പോൾ കാട് പോലെയായി.
ഇവിടെയും ചെറിയ ടൊമാറ്റോസ് ഉണ്ട്, കാണാവോ? ഇത് മല്ലിയില ഞാൻ എടുത്തതാണ്. അത് മല്ലിയിലയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമുള്ള, ബാക്കി ഫുള്ള് ഞാൻ എടുത്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീട്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായത് ഇതുകൊണ്ട് ഇത് അടുത്ത ആൾക്കാരുടെ ഗാർഡൻസാണ്. അവരുടെ ഇങ്ങനെ എല്ലാം വലുതായിട്ട് വരുന്നുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. സ്കോഷ് മെലനാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്താ അവരുടെ ക്യാരറ്റൊക്കെ കണ്ടോ? ക്യാരറ്റൊക്കെ വലുതാവ് വരുന്നുണ്ട്. നമ്മളെപ്പോലെ മണ്ണൊന്നും അങ്ങനെ ഇടില്ല. അവർ നിറച്ച് ഫുഡൊക്കെയാണ് ഇട്ടേക്കണം നിറച്ച് താഴെ. ഇത് അവരുടെ അമരപ്പയറാണ് ഞാൻ പറഞ്ഞത്. റെഡ് കളറിലിരിക്കും ഇങ്ങനെ അമരപ്പയർ കണ്ടോ വരുന്നുണ്ട്. ഇത് ഇതാണ് ബീൻസ് അല്ലല്ലോ, മറ്റേ ചെറിയ ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസാണ്. ഇത് ചോളമാണെന്ന് പറഞ്ഞു. ഇത് ഫുള്ള് അവരുടെ ക്യാരറ്റ്, അവരുടെ കോളിഫ്ലവറൊക്കെയാണ്. ഇത് സലാഡിന് ഉപയോഗിക്കുന്നതാണ്. ഇതും ചോളം തന്നെയാണ്. ഇത് ഫുള്ള് അവർ ബീൻസ് നട്ടേക്കുക, ബീൻസ്, ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ. അത് കൂടാണ്ട് നമ്മുടെ ഇപ്പുറത്ത് തന്നെ കുറേ ഗാർഡനുണ്ട്. ഇത് കാണാവോ? ഇവർ നട്ടിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ഇവരുടെ സ്കോഷ് മെലനല്ല, ഒരു സുഷിനി പോലത്തെ തന്നെ വേറൊരു സംഭവം. നല്ല ടേസ്റ്റാണ് സാലഡൊക്കെ ഉണ്ടാക്കാനൊക്കെ. നല്ലപോലെ വലുതായിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോസും കോളിഫ്ലവറും സലാഡിനുള്ള ഇതൊക്കെയാണ്. അവർക്ക് മുളകൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇതൊക്കെ എം ടി ആയിട്ടുള്ള പ്ലോട്ടാട്ടോ. ഇത് ആരും വന്നിട്ടില്ല. ഒരാൾക്ക് ഒരു പ്ലോട്ടാണ് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്. പിന്നെ ആരെങ്കിലും പോകുവാണെങ്കിൽ മാത്രം വേറെ കിട്ടും നമുക്ക്. പിന്നെ കണ്ടോ, ഇതും ടൊമാറ്റോസ്. ഇവർക്കൊക്കെ ഗാർലിക്ക് നിറച്ചിട്ടുണ്ടായി, അവർക്ക് അത് എടുത്ത് കഴിഞ്ഞു. ഇത് കുക്കുംബേഴ്സ് ഇതൊക്കെ. ഇതും ഫുള്ളും ബീട്രൂട്ട് കണ്ടോ, ബീട്രൂട്ട് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ഇലയൊക്കെ ഇവിടെ നമ്മൾ കറി വയ്ക്കും. നല്ല വലിപ്പമുള്ള കോണെന്നാണ് പറയുക, ഇന്ത്യൻ കോണെന്നാണ് അവർ പറഞ്ഞത്. ബീൻസൊക്കെ അവരുടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് നിറച്ച് ഗാർലിക്ക് ഉണ്ടായിരുന്നു, അവരെടുത്ത് കഴിഞ്ഞു. അവരെടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട ഇങ്ങനത്തെ ഒത്തിരി നിറച്ചുണ്ടായിരുന്നു അവർക്ക് ഗാർലിക്ക്. അവരെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണിത്. ഇതാണ് ഗാർലിക്ക്. ഇത് ക്യാരറ്റ്, ഇതും കോണ് തന്നെ. ഇതേണ്ട ബീൻസ്, ഇത് ഗ്രീൻ പീസ് ഉണ്ടായി കിടക്കണേണ്ട. എല്ലാ പ്ലേസിലും കമ്മ്യൂണിറ്റി ഗാർഡൻ കാണും കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ കമ്മ്യൂണിറ്റി ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ അവർ ടേബിൾ കമ്മ്യൂണിറ്റി ഉണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരേ പ്ലോട്ട് തരും നമുക്ക്. അപ്പോൾ ഇയർലി എന്തോ $10 വെച്ചെങ്കിലും കൊടുത്താൽ മതി. നമ്മൾ ചെറിയ പച്ചമുളകൊക്കെ ഉണ്ടാക്കാനൊക്കെ അപ്പാർട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളിതാണ് സാധാരണ നല്ലൊരു പരിപാടിയാണ്. നമുക്കൊരു ടൈം പാസ്സും ആവും. വേണ്ട ഇവരൊക്കെ നട്ടേക്കുന്നത് വേണ്ട, ഒത്തിരി പേര് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ വേണ്ട ടാങ്കൊക്കെ ഉണ്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാം. അതേപോലെ അവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ എല്ലാ വെള്ളം ഒഴിക്കാനുള്ള പാത്രങ്ങളെല്ലാം ഉണ്ടാവും ഇവിടെ. കുട്ടികൾക്ക് ആണെങ്കിൽ ആ സമയത്ത് എനിക്ക് വന്നത് വേണ്ട ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ഊഞ്ഞാലാടാം. കമ്മ്യൂണിറ്റി ഗാർഡൻസ് അവർ കണ്ട ആപ്പിൾ ട്രീസൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ. ഗ്രൗണ്ടിൽ ഒത്തിരി സ്ഥലവും ഉണ്ട്, നമുക്ക് നടക്കാനും സിറ്റിംഗ് ആയിട്ടുള്ളൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ട്. ഇരിക്കാനൊക്കെ അവിടെ അങ്ങോട്ട് സ്പേസൊക്കെ ഉണ്ട്. ചെറിയൊരു ടൈം പാസ്സുമാണ്, നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരിയെന്നാൽ ബൈ.